രാവിലെ നല്ലൊരു കോമഡി ഉണ്ടായി ഗൈസ്. വേറൊന്നുമല്ല, ചെക്കൻ രാവിലെ ബാത്റൂമിൽ പോയിട്ട് റൂമിലേക്ക് ഒന്നായിട്ട് ഉറങ്ങിയോ നീ? ഉറങ്ങിയോന്നോ? അതാ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. മട്ട് വോൾക്കാന സംഭവം കുറച്ച് ഓവറായിട്ടാണ്. അതെനിക്കറിയാം. ഇരുന്നൊരു ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കണോടാ, നല്ല വ്യൂ ആടാ. ഇട്ടുകൊടുത്തതാ കേട്ടില്ല, ഇട്ടുകൊടുത്ത പിടിക്കാൻ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. രാഹുൽ ഗാന്ധി അടിപൊളി പുള്ളി പറയണത്. അയ്യോ നമ്മുടെ വീര. ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. രാത്രി എത്ര 4-5 മണിയായപ്പോൾ റൂം എത്തിയത്. രാവിലെ 10 മണിക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് എനിക്കതാണ്. പക്ഷേ 10 മണിക്ക് പുള്ളിക്കാരൻ ഗൈഡ് വന്ന് വിളിച്ചു. നമ്മളപ്പോൾ 9:45 ഭക്ഷണം പോലും കഴിച്ചില്ല. ഇനിയിപ്പോൾ 11 മണിക്കാണ് വരെ നമുക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൈസ കൊടുത്ത് കഴിക്കേണ്ടി വരും. സോ അതിന് മുന്നേ പോയി കഴിക്കണം. രാവിലെ നല്ലൊരു കോമഡി ഉണ്ടായി ഗൈസ്. വേറൊന്നുമല്ല, ചെക്കൻ രാവിലെ ബാത്റൂമിൽ പോയിട്ട് അപ്പിടാൻ നോക്കിയപ്പോ നമുക്കിവിടെ നമ്മുടെ ബാത്റൂമിന്റെ അവസ്ഥ ഉണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഇവിടെ അപ്പിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പോവാൻ ഹാൻഡ് വാഷിനുള്ള പൈപ്പില്ല. അപ്പോഴാണ് നമ്മളത് ടിഷ്യൂ പേപ്പറേ ഉള്ളൂ ഇവിടെ. അതിനാണ് ടിഷ്യൂ. അതെ, ഞങ്ങൾ അത് കണ്ടാകെ ഷോക്കായിട്ടിരുന്നപ്പോ മനസ്സിലായി സംഭവം ഇതുണ്ടോ. ഇവിടെ അടിയിൽ നിന്ന് വെള്ളം വരുന്ന സെറ്റപ്പാണ് ഗൈസ്. ഇത് കറക്കുമ്പോൾ അടിയിൽ നിന്ന് വെള്ളം വരും. കൈ തൊടണ്ട, കാലിൽ വെള്ളം ആക്കണ്ട. വെള്ളം കറക്റ്റ് സ്പോട്ടിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചു കൊടുത്ത ശേഷം ഇരുന്ന് ക്ലീൻ ആക്കിയിട്ട് ഇറങ്ങി പോകുക, അത്രേ ഉള്ളൂ. എടാ നമ്മളൊന്ന് താഴേക്ക് പോയി നോക്കട്ടെ കേട്ടോ. നീ ഡോർ ക്ലോസ് ചെയ്തിട്ട് ഇതെടുത്തിട്ട് പറഞ്ഞേ. യെസ്. ഇതൊക്കെയാണ് നമ്മളിത് പൊടിച്ചെടുക്കുകയാണ്. അത് ചെറുതും കാര്യമില്ല. സാലഡ് ഐറ്റംസ്, കേക്ക് ഐറ്റംസ്, പ്ലേറ്റ്സ്, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റംസ്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ആര് പൂരി ഭാജി ഇത്രയും ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ആദ്യമായിട്ടല്ലേ? മടക്കിയെടുത്ത് വയലിട. എങ്ങനെയുണ്ടാ ബ്രേക്ക്ഫാസ്റ്റ്? പറയൂ, അഭിപ്രായം പറയൂ. പച്ചക്കറി, മുട്ട നമ്മളങ്ങനെ വിശ്വസിക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റൂമിലേക്ക് പോകുന്നത് വീട്ടില് 2 കോഴിമുട്ടയിൽ കൂടുതൽ തന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാക്കുന്ന യൂറോപ്യൻ ലൈഫ് സ്റ്റൈൽ. ഇതിപ്പോ നമ്മുടെ വീട്ടിലൊക്കെ ഇതൊക്കെ കണ്ട ചീപ്പ് സെറ്റപ്പാണ്. കുഴപ്പമില്ല. ഇവിടെ റെഡിയാവല്ലേ? ഇങ്ങനെ തന്നെ ഇരിക്കും. താഴെ നമ്മുടെ കത്ത് നമ്മുടെ വണ്ടി നമ്മളിവിടെ നിന്ന് ഇന്നത്തെ അടുത്ത് ഗോപുസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളിന്ന് ഇപ്പോൾ ആദ്യം ഗോപുസ്ഥാനിൽ പോകാൻ വെച്ചു. പക്ഷെ നല്ല ക്ലൈമറ്റ് ആണ്. വെയിൽ വരുന്നതിന് ഗോപുസ്ഥാനിലൊക്കെ എത്തുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വണ്ടി ഇച്ചിരി കൂടി പോയില്ല എന്നൊരു സംശയം. ഇച്ചിരി അല്ല, വളരെ വലിയ ഓടിയാണ് എന്താണെന്ന് വെച്ചാൽ പറയുക. ഇത് വീഡിയോ നിനക്ക് എന്തെങ്കിലും പറയാട്ടോ? ഒന്നും പറയാനില്ല. ഒന്നായിട്ട് ഉറങ്ങിയോ നീ? ഉറങ്ങിയോന്നോ? 5:30 ഉറങ്ങി, 8:30 ഫോൺ. ഇവന് ഇടാൻ അറിയാത്തോണ്ട് എസിക്ക് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ബെഡ്ഷീറ്റിന്റെ അറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. ബ്ലാങ്കറ്റ്. എടാ അത് ആക്ച്വലി വട്ടത്തിലാ, നമ്മൾ അകത്തോട്ട് കയറി കിടക്കണം. ആ ഞാനാണെങ്കിൽ അറ്റം കണ്ടുപിടിക്കാണ്ട് ചവിട്ടി കിട്ടണില്ല. ചവിട്ടി പോയി കീറുന്ന സൗണ്ട് കേട്ട് അപ്പൊ ഞാൻ എടുത്ത് നോക്കിയപ്പോഴേ വട്ടത്തിലാ സാധനം. പിന്നെ
അതിനകത്തോട്ട് കയറി കിടന്നത്. ഇന്നത്തെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ, വലിയ വെയിലൊന്നുമില്ല. ഇതേ ക്ലൈമറ്റ് അറിയാത്തോണ്ട് ഈ ക്ലൈമറ്റ് അങ്ങനെയാണെന്ന് അങ്ങോട്ട് നോക്കൂ ഗൈസ്. അവന്റെ കൊടുക്കും ഇതെന്താന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അത് മറ്റേ സോളാർ പ്ലാന്റ് ഓടാ അത് അവിടുത്തെ ഇൻഡസ്ട്രി ഏരിയ തോണ്ടാ. കുറെ ഫാക്ടറീസും കാര്യങ്ങളൊക്കെ ആണെന്നാ തോന്നുന്നത്. റെഡ് സ്ട്രീറ്റ് പോലത്തെ ഫാക്ടറി നീ എന്താ ഉദ്ദേശിച്ചത്? ഇപ്പൊ നമ്മളിപ്പോ പോകുന്നത് ആംബുസ്ഥാൻ സ്ഥലത്താണ്. അവിടെ മഡ് വോൾക്കാനോ കാണാൻ വേണ്ടി പോവാണ്. അവിടെ നമ്മുടെ ഈ വണ്ടി പോകത്തില്ല. അപ്പം നമ്മൾ അവിടെ പോയിട്ട് വേറൊരു ടാക്സി എടുത്ത് വേണം പോകാൻ. അവിടുത്തെ ടാക്സിക്ക് ഒരു 50 മന്നത്ത് കൊടുത്ത് വേണം നമുക്ക് എക്സ്ട്രാ പോകാനായിട്ട്. അതെ, അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അസർബൈജാൻ നാഷണൽ പാർക്കിലേക്ക് പോകും. മകരവിളക്കാണ് അവിടെ കാണുന്നത്. അവിടെ എന്തോ കത്തുന്നുണ്ട്. അതേതോ ഫാക്ടറിയുടെ മേലെയാണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് മ്യൂസിയം പോവും. അത് കഴിഞ്ഞിട്ട് മഡ് വോൾക്കാനോ പോകാനുള്ള പരിപാടിയാണ്. അതാ നമുക്ക് 3 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ് റേറ്റ് അത്ര കുഴപ്പമില്ല. 10 മന്നത്ത് കൊടുത്താൽ ഒരാൾക്ക് ടിക്കറ്റ് എടുക്കാം. മ്യൂസിയം കബുസ്ഥാൻ മ്യൂസിയം. അവർ കാണിച്ചെന്നില്ല ഇങ്ങോട്ട് പോകാൻ. ഇതിവിടുത്തെ പരിപാടിയൊക്കെ കാണിച്ചിട്ടുള്ള സംഭവം. ഇത് ആക്ച്വലി മറ്റേ യുനെസ്കോ അല്ലേ, അതിൻ്റെ അവരുടെ അണ്ടറിലുള്ളതാണിത്. പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അവകാശപ്പെടുന്ന ജീവികളാണ് ഇതൊക്കെ. ഇപ്പോൾ ഇതൊന്നും ഇവിടെ ഇല്ല. കാരണം ഇത് ഇത്രയും നല്ല ഗ്രീൻ ആയിരുന്നത് കടൽ കയറിപ്പോയിട്ടെ ഒരുപാട് ജീവജാലങ്ങളൊക്കെ പണ്ട് നശിച്ചു പോയി. അപ്പം അങ്ങനെ നശിച്ചു പോയ കുറേ ജീവികളൊക്കെയാണെന്ന് പറയുന്നത്. നമ്മുടെ ഈ കുതിരകളൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. പന്നി, കുറുക്കൻ, മരുന്നല്ലടാ അത് മറ്റേ ഇതാ പറക്കുന്ന മറ്റേ താറാവ് പോലത്തെ. ഓ, ഇതൊക്കെ ഇവർ കളക്ട് ചെയ്താട്ടോ പണ്ടത്തെ വെച്ചിട്ട്. ഇത് കല്ലിലുണ്ടാക്കിയ ഇപ്പം നമ്മളെങ്ങനെ വിശ്വസിക്കുമല്ലേ ഇതൊക്കെ ഇത്ര വർഷം പഴക്കമുള്ളതാണെന്ന്? നമുക്കൊന്നും അറിയില്ലല്ലോ. പിന്നെ എന്താടാ ഇതിൻ്റെ ബാക്കിയോ? ഓ, ഈ പറയുന്ന ചട്ടിയുടെ ബാക്കിയാണിത്. ഞാൻ കണ്ട് ഏതൊരു ഒരാളുടെ ചെസ്റ്റ് പോലില്ലേ അല്ലേ? ഇവരുടെ ട്രഡീഷണൽ ഡാൻസ് ആണെന്ന് പറഞ്ഞിട്ടോ. പണ്ടത്തെ മൃഗങ്ങളെ മേടിയിൽ ഇത് മഡ് വോൾക്കാനാണ്. ഓ, അതിൻ്റെ ഇതാട്ടോ ഉള്ളാട്ടോ. എങ്ങനെയാണ് ഈ മഡ് വരുന്നതെന്ന് കാണിക്കുന്ന ആട്ടോ മഡ് വോൾക്കാൻ. ഇതിൻ്റെ അടിയിൽ ഇതാണ് ഈ മഡ്. ഇത് ഈ പറഞ്ഞ ഈ വാതകങ്ങളുടെ പ്രഷർ കൊണ്ടിട്ട് ഇത് മേളിലേക്ക് ചാടി വരുന്നതാണ്. ഇപ്പോഴത്തെ ഹോമാണ് അവരുടെ. ഇത് ടൂള്, ഇത് ഇന്നത്തെ ഓവൻ, കാറ്, ചായ. ഓക്കെ, പാത്രം പോലെ സംഭവം. കണ്ണാടി നിറഞ്ഞ പോലെ വെള്ളത്തിൽ. ഓക്കെ. മെഡിസിൻസ്, പ്ലാന്റ്സ് ആണ് അവർ മെഡിസിൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. മ്യൂസിയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സംഭവം കുറച്ച് ഓവറായിട്ടാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് ഇതൊന്നും വലിയ സംഭവമാണെന്ന് തോന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇതിലും എന്താ പറയുക സ്റ്റോണേജിലുള്ള സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സംഭവം ഉണ്ട്. എനിക്ക് തോന്നുന്നറിയാമോ, ഇവരുള്ളത് കൊണ്ട് ഓണം പോലെ നന്നായിട്ട് സംഭവമാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സാധനങ്ങൾ കിട്ടും. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത്ര ഒരു 10 മിനിറ്റ് നിന്ന് കറങ്ങിക്കഴിഞ്ഞാൽ തീർന്നില്ലേ? അത്രേ ഉള്ളൂ. കുറച്ച് ഓവറില്ല. നമുക്ക് അവിടെ കുറച്ച് ഹട്ടും പരിപാടിയൊക്കെ ഉണ്ട്. നമുക്ക് കിട്ടിയ ബെസ്റ്റ് ക്ലൈമറ്റ് ആണ് കാഴ്ച. ചെറിയ മഴയും കൂടെ സൂപ്പർ ആയിരിക്കും. എനിക്ക് വെയിൽ വേണ്ട. ഇതെടുത്തോ.
1950 ഇത് സ്റ്റാർട്ട് ചെയ്യണോ അതോ ഏടിയോ മോനെ കേട്ടത് ഇതല്ലോ. ഫോക്കസോയിഡ് മക്കളോയിഡ് ജീപ്പിയോയിഡ് എന്ന് പറഞ്ഞിട്ട് ഫോക്കസോയിഡ് എന്ന ആൾക്കാരാണ് ഇവിടെ പാലായനം ചെയ്തു. സീരിയസ് ആയിട്ട് അതെ അവനെ കോൺ എല്ലാം പറഞ്ഞു ആളുകളൊക്കെ മനസ്സിലാക്കട്ടെ. ഒരു റോക്കാണ്. ആദിമ മനുഷ്യർ എങ്ങനെയാണ് വസിച്ചിരുന്നത് അതുപോലത്തെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് പോലത്തെ ഒരു സ്ഥലമാണ് ഇത് വരുന്നത്. ഇതിലൊക്കെ വർക്കുകളുണ്ടോ കണ്ടോ? ഇതൊക്കെ അവർ കൊത്തി വെച്ച സാധനങ്ങളാണ്. എടാ അനന്ത് ഇത് കണ്ടോ? നമ്മൾ വിചാരിക്കുന്നത് മറ്റേ ചെളി ഒലിച്ചു പോയതാണ്, പക്ഷെ അല്ല, ഇത് അവരുടെ ടൂൾസൊക്കെ വെച്ചിട്ട് കൊത്തി വരച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അതായത് അവർ അടുത്ത ആൾക്കാർ അടുത്ത തലമുറകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഭാഷ എന്ന് പറയുമ്പോഴേ കൂടുതലും പിക്ചേഴ്സ് ആയിരിക്കും. ഇവർ മൃഗങ്ങളുടെയൊക്കെ പടങ്ങൾ വരച്ചാ വയ്ക്കുന്നത്. ഇത് ഇവിടെ ഈ കാണുന്നത് ഇതിനകത്തുണ്ട്, കണ്ടുപിടിക്കാൻ പറ്റുമോ? ചെറിയൊരു ഹോഴ്സ്. അത് തന്നെ, എക്സാക്ട്ലി അത് തന്നെ. തൊട്ടപ്പുറത്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് സി ഈ ഇമേജാണ് അത് കാണുന്നത്. ഈ കാള, ഇത്, പിന്നെ ഇത്, ഈ ഹോൾസ് കണ്ടോ? ഇതിൽ ചവിട്ടി നിന്നായിരിക്കും വരച്ചിങ്ങനെ മിക്കവാറും. ഇത് അങ്ങനെ ചവിട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഉണ്ടാക്കിയ ഹോൾസ് ആയിരുന്നു. ഇവർ ഈ വരയ്ക്കണതിനറിയത്, ഇവർ ഈ കാളയും പൊത്തിനൊക്കെ പിടിക്കാൻ പോകില്ലേ, പിടിക്കാൻ പോകുന്നതിന് മുന്നേ ഈ സാധനം വരച്ചിട്ട് കുന്തം വെച്ച് പ്രാക്ടീസ് ചെയ്യും. എവിടെ കുത്തണം അതൊക്കെ ഇവിടെ ഇതിലാണ്. പക്ഷേ എന്നിട്ട് കുന്തത്തെ തട്ടീൻ്റെ ഇതൊന്നും കാണില്ലല്ലോ അവിടെ. ഒരു കുന്തം വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ പാട് അതെനിക്കറിയാം. ഇത് എവിടെയൊക്കെ ഉണ്ടോ? അവിടെ കണ്ടോ? പക്ഷെ അവിടേക്ക് അത്യാവശ്യം പാടുണ്ടാ. ഇതൊക്കെ തനിയെ ഉണ്ടായതായിരിക്കുമല്ലോ അല്ലേ? ഇരുന്നൊരു ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കണോടാ, നല്ല വ്യൂ ആടാ. ഇവിടെ ഇങ്ങനെ ഇരിക്കണം. കുന്തവും വേവിച്ച് ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ പച്ചക്ക് കഴിച്ചിട്ടുണ്ടാവും. ഞാൻ ഇട്ട് കൊടുത്തതാ കേട്ടില്ല, ഇട്ട് കൊടുത്തതൊക്കെ പിടിക്കാൻ 5-6 പഠിച്ചിട്ടുള്ളത്. സോയിഡ് മംഗളോയിഡ് നീ ശ്രദ്ധിച്ച് കേക്കണം കേട്ടോ. ഏത് റോക്കിലടിച്ചാലും സെയിം സൗണ്ട് ആണോ? ഓടാ മനസ്സിലായി. അതാണ് ചെക്കും കൂടെ ചെയ്യണം. വർക്കിംഗ് ആണ് വലിയ. ഇത് ഫേക്ക് അല്ലേ ഗൈസ്? ഇതെന്താണെന്നറിയോ? ഇതിന്റെ ഒരു ഡെൻസിറ്റി വ്യത്യാസം അനുസരിച്ചാണ്. ഗൈസ് നമ്മുടെ ഇവിടുത്തെ പരിപാടി അത്യാവശ്യം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാം. കൊള്ളാം കേട്ടോ. പ്രകൃതിയുടെ ഒരു പ്രാവശ്യം വന്നിട്ട് എന്താണ് പ്രകൃതി നമ്മളെ ചതിക്കാത്തത് കൊണ്ട് അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. സോ ചെറിയൊരു മഴ പോലെയൊക്കെ വന്നിട്ടൊക്കെ പോയി. ഇപ്പോൾ വെയിലൊക്കെ വരുന്നുണ്ട്, കൊള്ളാം, രസമുണ്ട്. നമ്മളിത് നമ്മുടെ ഡ്രൈവർ നമുക്കടുത്ത് മഡ് വോൾക്കാനെങ്കിൽ പോകാനുള്ള ടാക്സി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ ടാക്സി കയറി ഇവിടെ നിന്നൊരു 30 മിനിറ്റ്സ് എന്തോ അങ്ങോട്ടുണ്ട്. സോ നമ്മളിപ്പോൾ അവരുടെ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡ്രൈവർ ഒരു കിടിലാണ് കേട്ടോ. പുള്ളിക്കാരൻ മലയാളമൊക്കെ പറയുന്നുണ്ട്. അടിപൊളി കേരളം സൂപ്പറാണ്, കേരളം ഡിഫറെൻ്റ് ആണ് എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി അടിപൊളി പുള്ളി പറയണത്. അപ്പോൾ അതെ, നമ്മുടെ കേരളത്തിലുള്ള റോഡ് പോലെയാണ് ഗൈസ് ഇവിടെ നിന്ന് ഈ മഡ് വോൾക്കാനിലേക്ക് പോകുന്ന റോഡ്. നല്ല കുണ്ടും കുഴിയൊക്കെ കൊണ്ട് നമ്മൾ ഓഫ് റോഡാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എത്തി ഗൈസ്. ഞങ്ങളിതേ കയറി ഒരു കുറേ കയറി, അത്യാവശ്യം നല്ല ഡ്രൈവ് ഉണ്ടായിരുന്നു. ഓ മൈ ഗോഡ്, നോക്കിയത് കത്താണ് ഗൈസ്, ഇറ്റ്സ് ഫ്ലെയിം. ഇതേ നോക്കൂ, ഇത് രസമുണ്ട് ഗൈസ്. ശരിക്കും എന്തൊരു അത്ഭുതമല്ലേ? നമ്മുടെ ഭൂമിയുടെ അടിയിലുള്ള പ്രകൃതിവാതകം ഇങ്ങനെ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നതാണ് ഈ മഡായിട്ട് പുറത്തേക്ക് വരുന്നത്. ഇതിപ്പം ഇത് കത്തിയിട്ട് ഫ്ലെയിമായിട്ട് പോവാം. നോക്കൂ ഗൈസ്, ഇത് കണ്ടോ? അതിനകത്തുനിന്ന് മഡും വരുന്നുണ്ട്, ദേ ഫ്ലെയിമും വരുന്നുണ്ട്. കണ്ടോ? എല്ലായിടത്തും ഉണ്ട്.
ശരിക്കും ആ വാതകം പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നതായി കാണുന്നു. തെറിക്കുണ്ട്. നൈസാണ് കേട്ടത്. ഓക്കെ, വാ. അയ്യോ രസമല്ലേ? ആ, ഇത് കാണാനാണ് ഗൈസ് നമ്മളിതേ മണ്ണാത്തം കൊടുത്ത് ഇങ്ങോട്ട് കയറി വന്നത്. ഇത് ഈ കാണുന്ന എല്ലാം ഇങ്ങനെ എമിറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്ന മഡ് വോൾക്കാനോസ് ആണ് ഈ കാണുന്നത് ഫുള്ള്. ആ, ഇതൊരു അത്ഭുതമാണ്. നമ്മൾ ശരിക്കും നമ്മുടെ നാട്ടിൽ ഇത് ഇങ്ങനെ തോന്നില്ലാത്ത. ഇവിടെ ഉണ്ട് ഒരു അത്യാവശ്യം നല്ല ദൂരം നിൽക്കുമ്പോൾ ഒരു ഫ്ലെയിം പോലെ കാണുന്നുണ്ട്. നന്നായിട്ട് എമിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇതിൽ തീ വരുന്നുണ്ട്. നിങ്ങൾ കാണുന്നതെന്ന് എനിക്കറിയില്ല. കണ്ടോ? മോനെ അത് പൊളിച്ച്. ദാറ്റ് വാസ് നൈസ്. നമ്മുടെ വീര ഇതാണ് കേസ്. നമ്മൾ കാത്ത് വന്ന് കണ്ട ആദ്യത്തെ ഒരു അത്ഭുതമാണ് മഡ് വോൾക്കാനോ. അങ്ങനെ ഗൈസ് നമ്മളിത് എടുത്തി മഡ് വോൾക്കാനയും പിന്നെ പറയാണ്ട് മറ്റേ മ്യൂസിയം കണ്ടതിനു ഞങ്ങളെ തിരിച്ച് അക്ഷരം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട്. എക്സ്പെക്ട് ചെയ്തത് ഈ വോൾക്കാനോയിൽ അവിടെയൊക്കെ പോയി വെയിൽ കൊണ്ട് ചൂടെടുത്ത് ആകെ ടയർഡാവും എന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് അവിടെ ഒന്നും പണി കിട്ടിയില്ല. അതെ, നമ്മൾ ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ വന്നിട്ടുണ്ട്. ആരും ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും ടയർഡാണ്. ഫുഡ് കിട്ടിക്കഴിഞ്ഞാലേ എല്ലാവരും എണീക്കുള്ളൂ. ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ നോക്കി നേരത്തെ ഇവിടുത്തെ കുറച്ച് എന്താ പറയാ അസർബൈജാൻ ലോക്കൽ ഫുഡ്സ് ഒന്ന് ട്രൈ ചെയ്യണം. അതെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതിന് മുന്നേ കുറച്ച് വേറെ പൈസ കുറച്ച് മാറ്റി ഇവിടുത്തെ മണ്ണത്താക്കി വെക്കണം, എന്നാലും എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതൊക്കെ നോക്കി റെഡിയാക്കണം. നോക്കട്ടെ.